വെൽക്കം ടു HUM സ്ക്വയർ. മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും പരീക്ഷയുടെ സിലബസും എക്സാം പാറ്റേണും അറിഞ്ഞിരിക്കൽ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഇത് എക്സാമിന് എന്ത് പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ചിത്രം നൽകുന്നതോടൊപ്പം പരീക്ഷയിൽ ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ അത് വളരെയധികം സഹായകരവുമായിരിക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ LDC 2021 എക്സാം പാറ്റേണും അതിൻ്റെ സിലബസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളിൽ പലരും സിലബസ് ആൾറെഡി PSC സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഡൗൺലോഡ് ചെയ്യാത്തവർക്ക് സിലബസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിലബസിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യം എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. സാധാരണ പോലെ അല്ലെങ്കിൽ നമ്മുടെ പ്രിലിം എക്സാമിനെ പോലെ തന്നെ ഇതും ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആയിരിക്കും. ഇതിൽ മെയിനായിട്ട് 5 സബ്ജക്റ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ജനറൽ നോളജ്, കറണ്ട് അഫേഴ്സ്, അതുപോലെ തന്നെ സിമ്പിൾ അരിത്മെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്, ജനറൽ ഇംഗ്ലീഷ് ആൻഡ് റീജിയണൽ ലാംഗ്വേജസ്, മലയാളമോ കന്നഡയോ അല്ലെങ്കിൽ തമിഴോ, ഈ 3 റീജിയണൽ ലാംഗ്വേജുകളിൽ ഏതെങ്കിലും ഒന്ന്. ഇങ്ങനെ 5 വിഷയങ്ങളാണ് ഈ പരീക്ഷയുടെ സിലബസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പ്രിലിംസ് എക്സാമിനെ പോലെ തന്നെ 100 മാർക്ക് 100 ക്വസ്റ്റ്യൻസും, അതുപോലെ സമയവും 1 മണിക്കൂറും 15 മിനിറ്റുമായിരിക്കും. ഇതാണ് LDC 2021 മെയിൻ എക്സാമിൻ്റെ ഒരു എക്സാം പാറ്റേൺ. ഇനി നമുക്ക് ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്കൊന്ന് പോയി നോക്കാം. മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ജനറൽ നോളജ് 11 ടോപ്പിക്കുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഹിസ്റ്ററിക്ക് 5 മാർക്കാണ്, അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ ആയിരിക്കും ഹിസ്റ്ററിയിൽ നിന്ന് വരിക. അതുപോലെ ജോഗ്രഫി, എക്കണോമിക്സ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ 3 വിഷയങ്ങളിലും 5 വീതം മാർക്കുകൾ അല്ലെങ്കിൽ 5 വീതം ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. പിന്നീട് ജനറൽ നോളജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു ടോപ്പിക്ക് കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷനാണ്. ഇതിൽ നിന്നും നമുക്ക് 5 മാർക്ക് അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അടുത്തതായിട്ട് ജനറൽ നോളജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്. 6 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ഈ 2 സബ്ജക്റ്റിൽ നിന്നും 3 വീതം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 3 വീതം മാർക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ജനറൽ നോളജിൽ വരുന്നത് ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സ്. ഇതിൽ നിന്നും 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 3 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ജനറൽ നോളജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ് ആക്ട്സ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു പരീക്ഷ അല്ലെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. പിന്നീട് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ്, രണ്ടാമത്തെ സബ്ജക്റ്റാണ് കറണ്ട് അഫേഴ്സ്. കറണ്ട് അഫേഴ്സിൽ നിന്നും 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ മൂന്നാമത്തെ സബ്ജക്റ്റ് ആയിരിക്കുന്ന സിമ്പിൾ അരിത്മെറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്. ഇതിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 10 മാർക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായിട്ട് ജനറൽ ഇംഗ്ലീഷിന് 10 മാർക്ക്, അതേപോലെ റീജിയണൽ ലാംഗ്വേജ് ഏതെങ്കിലും മലയാളമോ കന്നഡയോ തമിഴോ, ഇതിനും 10 മാർക്ക് വീതമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി സിലബസ് നമുക്ക് വളരെ വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്യാം. ജനറൽ നോളജ് സബ്ജക്റ്റിൽ നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു 11 ഡിഫറെൻറ്റ് ടോപ്പിക്സുകളാണുള്ളത്. ഇതിൽ ഒന്നാമത്തെ ടോപ്പിക്സ് ആയിട്ടുള്ള ഹിസ്റ്ററി, അതുപോലെ തന്നെ ജോഗ്രഫി. 8ാം ക്ലാസ് 8, 9, 10 ക്ലാസ്സുകളിലെ സാമൂഹിക പാഠപുസ്തകത്തിലെ അധ്യായങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ ഭാഗത്തു നിന്നുള്ള, അതായത് ഹിസ്റ്ററി അതുപോലെ തന്നെ ജോഗ്രഫി ഭാഗത്തു നിന്നുള്ള ഒട്ടുമിക്ക ചോദ്യങ്ങൾക്ക് നമുക്ക് വളരെ നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ഹിസ്റ്ററിയിൽ 3 ഡിഫറെൻറ്റ് കണ്ടൻറ്റുകളാണ് വരുന്നത്. ഒന്ന് കേരള ഹിസ്റ്ററി വരുന്നുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി. ഇതിൻ്റെ വിശദമായ
സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേരള, അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്, നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, ലിറ്ററസി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. ഇത്രയും ഭാഗങ്ങളാണ് കേരള എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് വരുന്നത്. അടുത്ത ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്തുള്ള കാര്യങ്ങൾ നോക്കാം നമുക്ക്. പൊളിറ്റിക്കൽ ഹിസ്റ്ററി, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെൻറ്റ്, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്, ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്സ് ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് ആൻഡ് മഹാത്മാ ഗാന്ധി, ഇന്ത്യസ് ഇൻഡിപെൻഡൻറ്റ് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരിയഡ്, state reorganization, development in science, education and technology, foreign policy. Next, world. Great Revolution in England, American War of Independence, French Revolution, Russian Revolution, Chinese Revolution, political history after Second World War, UNO and other international organizations. രണ്ടാമത്തെ ടോപ്പിക് ജോഗ്രഫിയാണ് ജനറൽ നോളജിൽ വരുന്നത്. ഇവിടെയും ബേസിക്സ് ഓഫ് ജോഗ്രഫി, അതുപോലെ തന്നെ ഇന്ത്യൻ, കേരള, ഈ 3 സബ് ടോപ്പിക്കുകൾ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെ ഓരോ ടോപ്പിക്കിൽ, അതായത് ബേസിക്സ് ഓഫ് ജോഗ്രഫി, അതേപോലെ ഇന്ത്യ, കേരള, ഇതിൻ്റെ വിശദമായ ഒരു സിലബസ് നമുക്കൊന്ന് നോക്കാം. ബേസിക്സ് ഓഫ് ജോഗ്രഫി. എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, landforms, pressure belt and winds, temperature and seasons, global issues, global warming, various forms of pollutions, maps, topographic maps and signs, remote sensing, geographic information system, oceans and its various movements, continents, nations and their specific features. India. Physiography, states and its features, northern mountain region, rivers, northern Great Plain, peninsular plateau, coastal plain, climate, natural vegetation, agriculture, minerals and industries, energy sources, transport system, road, water, railways, air. Kerala. Physiography, districts and its features, rivers, climate, natural vegetation, wildlife, agriculture and research centers, minerals and industries, energy sources, transport system, road, water, railway and air. Next, economics. എക്കണോമിക്സിലെ വിശദമായിട്ട് സിലബസ് നമുക്ക് പരിചയപ്പെടാം. അടുത്ത ടോപ്പിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന മെയിനായിട്ട് വരുന്ന ഭാഗങ്ങൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, പ്രിയാമ്പിൾ, സിറ്റിസൺഷിപ്പ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ്, ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ്സ്, that is 42, 44, 52, 73, 74, 86 and 91, Panchayati Raj, constitutional authorities and their functions, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത്. ജനറൽ നോളജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇതിൽ വരുന്ന ഭാഗങ്ങൾ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, വേരിയസ് കമ്മീഷൻസ്, ബേസിക് ഫാക്ട്സ് ഓഫ് സോഷ്യോ എക്കണോമിക്, കൊമേഴ്ഷ്യൽ പ്ലാനിംഗ് ആൻഡ് പോളിസീസ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, watershed management, employment and labor, national rural employment programs, land reforms, social welfare, security and protection of women, children and senior citizens. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നും തയ്യാറെടുക്കേണ്ടത്. അടുത്ത ടോപ്പിക്കായി വരുന്നത് നാച്ചുറൽ സയൻസ് അല്ലെങ്കിൽ നമ്മൾ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്. ഇതിൽ ഏകദേശം 7 ഡിഫറെൻ്റ് ടോപ്പിക്കുകളാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി. മറ്റൊരു ടോപ്പിക് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്,
and their deficiency diseases. Third one, communicable diseases and causative organisms. Fourth point, Kerala welfare activities in health sector. Fifth one, lifestyle diseases. Sixth one, basic health facts. അതേപോലെ സെവൻത്ത് വൺ, എൻവയോൺമെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ്. ഇത്രയും പോയിൻറ്റ്സ് നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തിൽ നിന്ന് വരുന്ന 6 ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് കെമിസ്ട്രിയാണ്. നമ്മൾ കണ്ടു കെമിസ്ട്രിയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ മെയിൻ പോയിൻറ്റ്സ് നമ്മൾ തയ്യാറെടുക്കേണ്ടത് ആറ്റത്തിൽ മോളിക്യൂൾസ്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, അലോട്രോപ്പി, ഗ്യാസ് ലോസ് ആൻഡ് അക്വറേജിയ. അതേപോലെ രണ്ടാമത്തെ പോയിൻ്റ് എലമെൻറ്റ്സ്. അതിൽ നമ്മൾ പീരിയോഡിക് ടേബിൾസ്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ചേഞ്ചസ്, കെമിക്കൽ റിയാക്ഷൻസ്, സൊല്യൂഷൻസ്, മിക്സ്ചേഴ്സ്, കോമ്പൗണ്ട്സ്, ഇതെല്ലാം തന്നെ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. മൂന്നാമതൊരു പോയിൻ്റ് കൂടെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, അതേപോലെ അലോയ്സ്, ആസിഡ്, ബേസസ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഫിസിക്സിൽ ഏകദേശം 8 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതായത് ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്, അതേപോലെ മോഷൻ, അതായത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ തുടങ്ങിയ കാര്യങ്ങൾ. അതേപോലെ മൂന്നാമത്തെ പോയിൻ്റ് ലൈറ്റ്, അതായത് ലെൻസ്, മിറേഴ്സ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമ്മൾ നന്നായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പിന്നെ നമ്മൾ അതിൽ പ്രിപ്പയർ ചെയ്യേണ്ട മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് സൗണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർബ്സ് തുടങ്ങിയ കാര്യങ്ങളാണ്. അതേപോലെ ഫോഴ്സ്, 6th പോയിൻ്റായിട്ട് വരുന്ന ഗ്രാവിറ്റേഷൻ, അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ മറ്റൊരു പോയിൻ്റാണ് ഹീറ്റ്, അതായത് ടെമ്പറേച്ചർ തുടങ്ങിയ കാര്യങ്ങൾ. അതേപോലെ മറ്റൊരു വർക്ക് ആൻഡ് എനർജി, അതേപോലെ വർക്ക് ആൻഡ് എനർജി, പവർ, ഈ ഒരു ഭാഗം. ഇത്രയും ഡിഫറെൻറ്റ് 8 പോയിൻറ്റ്സ് നമ്മൾ വളരെ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് ഫിസിക്സിൽ നിന്ന് നമുക്ക് 3 മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി. അടുത്തതായിട്ട് ജനറൽ നോളജ് സെക്ഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് നമുക്കിവിടെ ചർച്ച ചെയ്യാം. പക്ഷെ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ ഇത് കേരളയാണോ ഇന്ത്യയാണോ എന്നൊന്നും വ്യക്തമായിട്ട് സിലബസിൽ പറയാത്തത് കൊണ്ട് തന്നെ ഇത് രണ്ടും നമ്മൾ അതായത് കേരള എന്ന ഘടകത്തെ വെച്ചിട്ടും അതേപോലെ ഇന്ത്യ എന്ന ഘടകത്തെ വെച്ചിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അടുത്ത് വരുന്ന പോയിൻ്റ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറാണ്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ മെയിനായിട്ട് 5 പോയിൻ്റാണ് നമ്മൾ ഓർക്കേണ്ടത്. ഒന്ന് ഹാർഡ്വെയർ, ദെൻ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അതേപോലെ ഇൻ്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. ഈ 5 പോയിൻ്റുകളെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ജനറൽ നോളജ് സെക്ഷനിൽ വരുന്ന അടുത്ത അല്ലെങ്കിൽ ലാസ്റ്റ് ടോപ്പിക്ക് 11ാമത്തെ ടോപ്പിക്കായിട്ട് വരുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആക്ട്സുകൾ. എന്തെല്ലാമാണ് ഇമ്പോർട്ടൻ്റ് ആക്ട്സുകൾ? ഇതിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് അതിൽ നിന്നും പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അടുത്ത 5 സബ്ജക്റ്റുകളിൽ അടുത്ത സബ്ജക്റ്റായിട്ട് വരുന്നതാണ് കറണ്ട് അഫേഴ്സ്. കറണ്ട് അഫേഴ്സിൽ 3 ടോപ്പിക് അല്ലെങ്കിൽ 3 ഇമ്പോർട്ടൻറ്റ് തിങ്സ് നമ്മൾ പരിഗണിക്കണം. അതായത് കേരളം, ഇന്ത്യ, അതേപോലെ വേൾഡ്. ഇങ്ങനെ 3 കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനെ പഠിക്കണം. ഏകദേശം 2020 ജനുവരി 1 മുതൽ നമ്മുടെ എക്സാം നടക്കുന്നതിൻ്റെ ഒരു 3 മാസം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ഇതിൽ കേരളം, ഇന്ത്യ എന്ന് പറയുന്ന 2 ടോപ്പിക്കുകളിൽ അല്പം കൂടെ നമ്മൾ ശ്രദ്ധ ഊന്നാൻ വേണ്ടി ശ്രമിക്കണം. നെക്സ്റ്റ് ടോപ്പിക്കാണ് സിമ്പിൾ അരിത്മെറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്. ഇതിൽ 2 ഭാഗമായിട്ടാണ് ടോപ്പിക്കുകൾ കൊടുത്തിരിക്കുന്നത്. ഒന്ന് സിമ്പിൾ അരിത്മെറ്റിക്കിലുള്ള ടോപ്പിക്കുകൾ, രണ്ടാമത് മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിൽ വരുന്ന ഭാഗങ്ങൾ. അപ്പോൾ ആ ഒരു വിശദമായ സിലബസിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. അടുത്ത ടോപ്പിക്കാണ് ജനറൽ ഇംഗ്ലീഷ്. ജനറൽ ഇംഗ്ലീഷിൽ നമ്മൾ 2 കാര്യങ്ങളാണ്, ഒന്ന് ഗ്രാമറും മറ്റൊന്ന് വൊക്കാബുലറിയും. അപ്പോൾ ഗ്രാമറിൽ വരുന്ന എന്തെല്ലാമാണ് ഗ്രാമറിൽ നമ്മൾ തയ്യാറെടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതേപോലെ വൊക്കാബുലറിയിൽ ഏതെല്ലാം പോയിൻറ്റ്സാണ് നമ്മൾ കവർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം.
അടുത്ത ലാസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നതാണ് റീജിയണൽ ലാംഗ്വേജ്. നമ്മളിൽ പലരും കൂടുതൽ ആളുകളും ശ്രദ്ധ കേന്ദ്രീകരിക്കുക മലയാളത്തിലായിരിക്കും. ഇനി മറ്റു 2 റീജിയണൽ ലാംഗ്വേജാണ് കന്നഡ അല്ലെങ്കിൽ തമിഴ്. അപ്പോൾ അതിൻ്റെ വിശദമായ സിലബസാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മലയാളത്തിൽ നിന്നും പ്രധാനമായും ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങളാണ്: 1 പദശുദ്ധി, 2 വാക്യശുദ്ധി, 3 പരിഭാഷ, ഒറ്റപദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം. ഇത്രയും ഭാഗങ്ങളിൽ നിന്നാണ് പ്രധാനമായും മലയാളത്തിൽ ചോദ്യഭാഗങ്ങൾ വരിക. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധയോടെ പഠിക്കണം. കന്നഡയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ: വേർഡ് പ്യൂരിറ്റി, കറക്റ്റ് സെൻറ്റൻസ്, ട്രാൻസ്ലേഷൻ, വൺ വേർഡ് ഓർ സിംഗിൾ വേർഡ്, സിനോണിംസ്, ആൻറ്റോണിംസ്, idioms and proverbs, equivalent word, join the word, feminine gender, masculine gender, number, sort and write. അതുപോലെ തമിഴ് സിലബസിൽ വരുന്നത് കറക്റ്റ് വേർഡ്, കറക്റ്റ് സ്ട്രക്ചർ ഓഫ് സെൻറ്റൻസ്, ട്രാൻസ്ലേഷൻ, സിംഗിൾ വേർഡ്, സിനോണിംസ്, ആൻറ്റോണിംസ്, ഫ്രേസസ് ആൻഡ് പ്രോവർബ്സ്, ഈക്വൽ വേർഡ്, ജോയിൻ ദി വേർഡ്, ജെൻഡർ ക്ലാസിഫിക്കേഷൻ, സിംഗുലർ, പ്ലൂറൽ, സെപ്പറേറ്റ്, ആഡിങ് ഫ്രേസസ്. ഇത്രയും ഭാഗങ്ങളാണ്. അപ്പോൾ LDC 2021 സിലബസ് നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തു. അതുപോലെ തന്നെ എക്സാം പാറ്റേൺ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഈ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഊർജിതമായ പരിശീലനം തന്നെ നമുക്ക് ആവശ്യമാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.